പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴകുന്തോറും നിറം കറുക്കുന്ന ഹെയർ ഡൈ. ഇടതൂർന്ന തിളക്കമുള്ള കറുത്ത മുടി സ്വന്തമാക്കാൻ എന്തും പരീക്ഷിക്കാൻ നമുക്ക് മടിയില്ല. മാസം തോറും പലതര എണ്ണകൾ പുരട്ടി മുടിയുടെ അഴക് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതര എണ്ണകൾ മാറി മാറി ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമേ വരുത്തൂ. മുടി വളരാനും മുടി കറുക്കാനും വേണ്ടി ഇടയ്ക്കിടെ എണ്ണ മാറുന്നതുകൊണ്ട് തലവേദന, ജലദോഷം, തുമ്മൽ, പനി, കഴുത്തുവേദന, മുടി കൊഴിച്ചിൽ കൂടുക എന്നിവ ഉണ്ടായേക്കാം. പല രോഗാവസ്ഥയിലും തലയിൽ എണ്ണ പുരട്ടി കുളിക്കുന്നത് നിഷിദ്ധമാണെന്ന് ആയുർവേദം പറയുന്നു. എന്നാൽ കേശസംരക്ഷണത്തിന് ആയുർവേദത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. മുടിയുടെ അഴകിനെയും ആരോഗ്യത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ അകറ്റാൻ ശക്തമായ പ്രതിവിധികൾ ആയുർവേദം നൽകുന്നു. അകാലത്തിലും ആവശ്യപ്പെടാതെയും വന്നെത്തിയ നര ചില്ലറയല്ല പലരെയും ബോറാക്കുന്നത്. മുഖത്തിനും ശരീരത്തിനും സൗന്ദര്യമുണ്ടെങ്കിലും നര കാരണം പലരെയും ഉള്ളതിൽ കൂടുതൽ പ്രായം തോന്നിയേക്കാം. ഇതവരെ മാനസികമായി വിഷമിപ്പിക്കുന്നു. നിങ്ങൾക്ക് നരച്ച മുടിയുണ്ടോ? പ്രായം കൂടുമ്പോൾ നരച്ച മുടിയുടെ എണ്ണവും കൂടുന്നു. എന്നാൽ പ്രായം മാത്രമല്ല നരയ്ക്ക് കാരണമായി പറയുന്നത്. മുടിയുടെ ഉൾഭാഗത്തായി അതിന് നിറം പകരുന്ന ഒരു വർണ്ണകം അടങ്ങിയിട്ടുണ്ട്. വർണ്ണകോശങ്ങൾ മൃതിയടയുമ്പോൾ മുടി നരയ്ക്കുന്നു. ജനിതക ഘടകങ്ങളോ രോഗമോ മറ്റു കാരണങ്ങളായി പറയുന്നു. നരമറയ്ക്കാൻ പുരാതന കാലം മുതൽ മനുഷ്യൻ ശ്രമിച്ചിരുന്നു എന്ന് ചരിത്രം. പുരാതന ഗ്രീക്കുകാരും റോമാക്കാരും മുടി ഡൈ ചെയ്തിരുന്നു. പുരാതന ഈജിപ്തുകാർ കാളരക്തം ഉപയോഗിച്ച് മുടിക്ക് നിറം കൊടുത്തിരുന്നു. മഹാനായ ഹെരോദാവ് പ്രായം മറച്ചു വയ്ക്കാൻ നരച്ച മുടിക്ക് നിറം കൊടുത്തിരുന്നതായി രേഖയുണ്ട്. നരച്ചുകൊണ്ടിരിക്കുന്ന മുടി ഡൈ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ വിപണിയിൽ ഇന്ന് ലഭ്യമായ മിക്ക ഡൈകളും ത്വക്ക് സംബന്ധമായ അലർജിയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയേക്കാം. തന്നെയുമല്ല, പാക്ക് തുറന്നാൽ പിന്നീടുള്ള ആവശ്യത്തിന് സൂക്ഷിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് ഹെയർ ഡൈകളിലെ ഉപയോഗ നിർദ്ദേശങ്ങളിൽ കാണാം. എന്നാൽ പഴകുന്തോറും നിറം കറുക്കുന്ന ഹെയർ ഡൈ ആയുർവേദ വിധിപ്രകാരം നിർമ്മിക്കാനുള്ള വിധി ഇനി പറയാം. കരിമ്പിൻ നീരിൽ ഉരുക്കുപൊടി, കയ്യൊന്നി, ത്രിഫലം, അഞ്ജനം പൊടിച്ചത് ഇവയിട്ട് 1 മാസം വച്ചിരുന്ന ശേഷം അതെടുത്ത് പുരട്ടിയാൽ തലമുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.